അവരുടെ ബില്ലും അന്വേഷിച്ചു പോയിരിക്കുക. നിങ്ങൾ എന്തൊരു ദുരന്താണെന്നായി ആലോചിക്കുന്നത്. നാളെ ചിലപ്പോൾ അവന്മാർ ഈ രേണുസുവിന്റെ അപ്പിയും തപ്പി പോവും. അതാ നമ്മളെ അച്ഛൻ വീണ്ടും നിലപാട് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഏതായാലും അച്ഛൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരെ. നിങ്ങൾ ഒരുപാട് കേട്ടതായിരിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പറയും. അതിന് നിങ്ങൾ ഉടനെ എന്റെ വായടപ്പിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അങ്ങനെയാണ്, അടുത്ത 5 മാസം കഴിയുമ്പോൾ ബിഷപ്പ് നോബൽ ഫിലിപ്പ് മോശമാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാൻ കാരണം നിങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ എന്നെ എത്ര ഇരട്ടി ചെയ്തുകൊണ്ടോ, നിങ്ങൾ എന്നെ എത്ര പുകഴ്ത്തിയത് കൊണ്ടോ എനിക്ക് 0 മാർക്കേ ഉള്ളൂ. നിങ്ങൾ എന്നെ പുകഴ്ത്തിയത് കൊണ്ടും എനിക്ക് പ്രയോജനമില്ല, നിങ്ങൾ എന്നെ ഇരട്ടിയത് കൊണ്ടും എനിക്ക് പ്രയോജനമില്ല. രണ്ടും എനിക്ക് 0 മാർക്കാം. നിങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്നെ നെഗറ്റീവായിട്ട് തന്നെ വീഡിയോ ഇടണമെന്ന് ഞാൻ പറയാം. ഇട്ടോളൂ, എത്ര നെഗറ്റീവ് വേണമെങ്കിലും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അച്ഛൻ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കയറിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അച്ഛന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്ന ജോലി ഇതല്ല. ഈ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ കിടന്നിട്ടുള്ള പഞ്ചുപിടുത്തമല്ല അച്ഛന് ചേർന്ന പണി. അച്ഛന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുണ്ടല്ലോ. ഒരു രേണു സുധീന്റെ മാത്രമോ അല്ലെങ്കിൽ കിച്ചു സുധീന്റെ മാത്രമോ ഇവിടെയുള്ള യൂട്യൂബേഴ്സിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ അച്ഛന്? അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടവകയുടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിപനല്ലേ. അങ്ങേർക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ നോക്കാനുണ്ടാവൂലേ? പിന്നെ എന്തിനാണ് ഇതുപോലെയുള്ള ചീഞ്ഞളിഞ്ഞ കേസിൽ പോയിട്ട് ഇടപെടുന്നത് എന്നാണ് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്. അതായത് താങ്കൾ ആദ്യം മുതൽ തന്നെ ഇടപെട്ട രീതികൾ ശരിയല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് താങ്കൾ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അതിന് അവകാശം പറയാൻ വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ചില ആൾക്കാർ ചേർന്നിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിച്ചിട്ടി അതിൻ്റെ അകത്തൊന്ന് കുറച്ച് വരുമാനം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ അച്ഛനെ നന്നാക്കാനോ അല്ലെങ്കിൽ അച്ഛൻ്റെ നല്ല പ്രവൃത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഇതൊന്നും അല്ലല്ലോ ഇവർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചെയ്തിരിക്കുന്നത് അച്ഛൻ എന്ത് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. രേണുവിൻ്റെ ഭാഗത്തല്ല അച്ഛൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് അച്ഛൻ ഇപ്പോൾ രേണു ആരായാലും എന്താ, അതുപോലെ തന്നെ മറ്റേ കിച്ചു ആയാലും എന്താ. അച്ഛൻ പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഒരാളുടെ പക്ഷത്ത് മാത്രം ചേർന്ന് സംസാരിക്കാനും പാടില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് എന്ന് പറയണത്, ന്യായം കണ്ടു കഴിഞ്ഞാൽ ന്യായമാണെന്ന് പറയണം. അതാ വേണ്ടത്. അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യനെ മാത്രം ഇടിച്ച് താഴ്ത്തിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഏതായാലും അച്ഛൻ ഇപ്പോഴും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ആ പല കാര്യം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ എന്താണ് ഒരു കുടുംബത്തിലുള്ള പല കാര്യങ്ങൾ? ഈ രേണു സുധി എന്ന് പറയുന്നത് ഒരു കൊച്ചിൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭർത്താവിൻ്റെ മകനാണ് ഈ കിച്ചു സുധി എന്ന് പറഞ്ഞാൽ. അവരെ തമ്മിൽ എന്തുണ്ടായി, എന്താ പ്രശ്നം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇവിടെ എന്തൊക്കെയോ പുകമറകൾ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് ആ ചെറുക്കനെ ഒന്നിനും കൊള്ളാത്തവനാക്കാനാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഞാൻ പറഞ്ഞല്ലോ, ആ ചെറുക്കൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പണ്ട് കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും നിന്നിട്ട് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതെങ്ങാനമാണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ കേസുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കുറേ മണ്ണാകാട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രേണു സുധീനിയോ കിച്ചു സുധീനിയോ ഒന്നും അല്ല ഇവിടെ വിഷയം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു വാർത്ത വേണം. ആ വാർത്തയാണെങ്കിൽ കേൾക്കാൻ നല്ല ചന്തമുണ്ട്, അത്ര തന്നെ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലോ രേണു എന്തെങ്കിലും പറഞ്ഞാലോ ഈ കിച്ചു എന്ന് പറയുന്നവൻ എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഇവിടെ ഒരു വിലയില്ല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലടിക്കുമ്പോൾ നല്ല ഒരു സുഖമാണ്, ഇത് കാണുമ്പോൾ വലിയ സുഖമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിലാരും പുണ്യവാളൊന്നുമല്ല. ഇപ്പം അച്ഛനായാലും അച്ഛൻ്റെ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നുണ്ട്, അതുപോലെ രേണു ആണെങ്കിൽ രേണുവിൻ്റെ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു ആണെങ്കിൽ അയാളുടെ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹായ് വിടുക, അതുപോലെ ഹിച്ചുവിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരു ഹോ വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെയും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് നല്ലോണം കിട്ടും. അത് തന്നെയാണ് രേണു സുധീൻ്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റീച്ച്, അതുപോലെ തന്നെ ട്രെൻഡിങ് കണ്ടന്റുകളും അത് തന്നെയാണ്. രേണു സുധീൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അവരുടെ നിലവാരം ഇപ്പോഴെങ്ങനെയാണോ, ഇന്നോ നാളെയോ തീരുമോ എന്നൊക്കെയുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് ഓരോരാളും ഇത് കാണുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ ഇപ്പം നമ്മൾ കണ്ടില്ലേ, അതായത് രണ്ടാൾക്കാർ ഇവരുടെ ബില്ലും അന്വേഷിച്ചു പോയിരിക്കുക. നിങ്ങൾ എന്തൊരു ദുരന്താണെന്നായി ആലോചിക്കുന്നത്. നാളെ ചിലപ്പോൾ അവന്മാർ ഈ രേണുസുവിൻ്റെ അപ്പിയും തപ്പി പോവും. അതായത് ഇവന്മാർ ഈ ബില്ല് തപ്പി പോകുന്നുണ്ടെങ്കിൽ അവന്മാരുടെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരാൾ ഒരു ബില്ലിൻ്റെ കാര്യം വേണ്ടി പറഞ്ഞു, ആ ബില്ല് കണ്ടവർക്കെല്ലാം അറിയാം അതിൻ്റെ അകത്ത് 2001 എന്നുള്ളത് അതിൻ്റെ വേറൊരു നമ്പറാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബില്ല് ഇല്ലെങ്കിലും എന്ന് തന്നെ പറഞ്ഞാൽ അതൊരു വലിയ കേസാണ്, അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യോടെ, ഇങ്ങനെ പബ്ലിക്കിലെടുത്ത് ഇടുവോ ബില്ല്? അത് മനസ്സിലാക്കിയാൽ പോരെ. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം വന്നിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തത്, അവർക്ക് എന്തുകൊണ്ടാണ് മറ്റേ റേഷൻ കിട്ടാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എടോ, അവരൊക്കെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇൻകം ടാക്സ് വരെ അടക്കുന്ന ടീമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ എന്താ പറയുക, അവർക്കെന്ന് പറഞ്ഞാൽ നല്ല പ്രതിഫലവും കാര്യങ്ങളിൽ അവർ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിക്കുന്നില്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മളെ ബിഗ് ബോസിന്ന്. അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ടാക്സ് കെട്ടണം. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് പൈസ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ടാക്സ് കെട്ടണം. ആ ടാക്സ് കിട്ടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ പോയിട്ട് ഈ BPL കാർഡ് വേണേ എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കോടെ, അത് നിങ്ങളൊന്ന് പറ. അത് മനസ്സിലാക്കി. ഈ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. പിന്നെ വേറെ എന്താ ചെയ്യുക? അവർക്ക് കാർഡ് കിട്ടാത്തതിന്റെ പ്രശ്നം അതാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് അവർ ചെലവ് ചെയ്യിച്ചോളണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡില്ലേ എന്തുകൊണ്ട് ഇത്രയും വില കൊടുക്കുന്നത്? അവരെന്തോ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഏതായാലും ക്യാൻസർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തല്ലോ. അവർക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, രേണുസുധിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ, നുണ പറയുകയാണോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതങ്ങോട്ട് തീർന്നു നിന്നില്ലേ? ഇപ്പോഴിനിയിപ്പോൾ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. രേണുസുധിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവരാണെങ്കിൽ ഇപ്പോൾ കീമോ ചെയ്ത് അവശ നിലയിലാണെന്ന് മനസ്സിലായി. അവർക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് 10 രൂപ കൊടുക്കോടെ? ഈ പറയുന്ന അവന്മാർ ഈ മരുന്നിന്റെ വില അന്വേഷിച്ച് പോയവര് ആരെങ്കിലും പോയിട്ട് 10 രൂപ കൊടുക്കോ? ഒരാളും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്തോ, ഇതൊക്കെ ചെയ്തോ, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ അച്ഛൻ കുറച്ച് മാറിയിരിക്കുന്ന ഏറ്റവും നല്ലത്. അച്ഛൻ ഇതിൻ്റെ അകത്ത് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഈ ചീള് കേസിൽ വന്ന് ഇടപെടരുത്. അങ്ങനെ നിങ്ങൾക്കൊക്കെ എന്താ പറയുക, സമൂഹം തരുന്ന ഒരു വിലയുണ്ട്. ആ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിൽക്കണം. ഇല്ലെങ്കിൽ സായി കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ നാളെ വേറൊരുത്തിനും കൂടി പറയും, മറ്റന്നാൾ വേറൊരുത്തിനും കൂടി പറയും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സായി കൃഷ്ണ ഇപ്പം പറഞ്ഞത് എന്താ, അച്ഛൻ എവിടെ കണ്ടു കിട്ടിക്കഴിഞ്ഞാലും ഇയാളുടെ വളി എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോഴോ പറഞ്ഞത് അയാളെയും കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താ, ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പ് അച്ഛൻ ചെയ്തിരിക്കുന്ന കാര്യം അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അച്ഛൻ ഇതിൽ നിന്നും പിന്മാറുക. അച്ഛൻ പിന്മാറിയിട്ട് അച്ഛൻ്റെ കാര്യങ്ങളുമായിട്ട് പോവുക. ഒരുപാട് കാര്യങ്ങളില്ലേ, ഒരുപാട് പാവങ്ങളില്ലേ ഇടവകയിൽ, ഒരുപാട് ആൾക്കാരില്ലേ, അവരെയൊക്കെ പോയി സഹായിക്ക്. അല്ലാതെ ഒരു രേണുസുധി മാത്രമല്ലല്ലോ, ഇനിയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 സെന്റോ 2 സെന്റോ പതിച്ചു കൊടുക്ക്. ഉണ്ടെങ്കിൽ എന്തിനായി ഇത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധീനെ പോലെ നന്ദിയില്ലാത്തവരൊന്നും അല്ലല്ലോ. രേണുസുധി അവസാന കാലത്ത് ഇപ്പം നന്ദിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും വേണ്ടത് റീച്ച് മാത്രമാണ്. ആ റീച്ചിന് വേണ്ടിയിട്ട് എല്ലാവരും അച്ഛനെ പോലെയുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അച്ഛനെ പോലെയുള്ള ആൾക്കാർ പിന്മാറുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവരൊക്കെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും വന്നിട്ട് മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ബിഷപ്പെ, ഇത് മാത്രമേ പണി ഉണ്ടാവുള്ളൂ, വേറെ ഒരു പണി ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് എന്തൊരു വൃത്തികെട്ട പരിപാടിയായി ഇത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് രേണുവും കണക്കാണ്, രേണുവിൻ്റെ കുടുംബവും കണക്കാണ്, പിന്നെ കിച്ചു എന്ന് പറയുന്നവനും കണക്കാണ്, പിന്നെ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സും കണക്കാണ്. ഈ ഒരു കാര്യത്തിൽ ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഏതായാലും നടക്കട്ടെ, സംഭവങ്ങളെല്ലാം നടക്കട്ടെ. അവിടുന്ന് ഇവിടുന്ന് എന്താ പറയുന്നത് തോണ്ടിക്കൊണ്ട് വന്നിട്ട് ഇതിൻ്റെ അകത്ത് അങ്ങിടുക. ഇപ്പോൾ കിച്ചുവിന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം അയ്യോ കിച്ചു തലയിൽ തൊടുമ്പോഴേക്കും മാതാവ് തൊടും, എൻ്റെ പൊന്നു മോനെ കാശൊന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയേക്കല്ലേ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? മോൻ്റെ കയ്യിലെ കാശ് കണ്ടിട്ട് കുറേ എണ്ണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ക കൂട്ടാനകത്ത് ഈച്ച പറ്റിയ പതിയും. അത് ഉറപ്പാന്ന് നടത്തി. കിച്ചുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ കാശ് കണ്ടിട്ട് കുറേ എണ്ണം ഇങ്ങനെ അടുക്കും. അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മാവനുണ്ടാവും, അതിൻ്റെ അകത്ത് കുഞ്ഞമ്മയുണ്ടാവും, സകലതും ഉണ്ടാവും. അതായത് ഒരു ബന്ധമില്ലാത്ത പറയുമ്പോൾ നിനക്ക് അമ്മ ഞാനുണ്ടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ദൈവത്തെ ഓർത്തിട്ട് മോനെ 10 പൈസ കൊടുത്തേക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോനൊരു പാവാണ്. ഈ കിച്ചു എന്ന് പറയുന്നവൻ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ സ്നേഹം കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും. അവസാനം എന്ന് പറഞ്ഞാൽ യുവമാർ പൈസയും കടിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോഴും കണ്ടു, കിച്ചുവിനെയും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. അവരൊന്നും പറഞ്ഞാൽ ജെനുവിൻ ആണോ എന്നൊന്നും നമുക്കറിയില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പൈസ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കൂടിയിട്ടുണ്ടാവുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നന്മ വരാനൊന്നും കൂടെ കൂടുന്ന എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ഏതായാലും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ബിഷപ്പിനോട് ബിഷപ്പിന്റെ കാര്യം നോക്കിയിരിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുക. പിന്നെ പറയുന്ന ആൾക്കാരെ ബായി തുന്നിക്കെട്ടാൻ നമുക്ക് പറ്റൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം രേണു ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും തപ്പിപ്പോകുന്ന ആൾക്കാരുടെ കൂടെ. അതുകൊണ്ട് ബാത്റൂമിനെല്ലാം നല്ല പൂട്ട് വെച്ചോന്നേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.